ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, ഞങ്ങളൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നതിൻ്റെ പേരിൽ ജില്ലാ സെക്രട്ടറി സഖാവ് റഫീഖും ഞാനും എല്ലാം അഭിമാനിക്കുന്നവരാണ്. പാഴ്വസ്തുക്കൾ പെറുക്കിയാണ് 20 കോടി രൂപ സമാഹരിച്ചത്. അത് ഡിവൈഎഫ്ഐ സമാഹരിച്ച പണം കൊണ്ട് നിർമ്മിച്ച വീടെന്ന് വേണ്ട, അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചതാണ്. എല്ലാവരും കാര്യം ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആത്മാഭിമാനം ഉണ്ടാവണം. ഈ നാട് നിർമ്മിച്ചു തന്ന വീടാണ് എന്ന ബോധമേ പാടുള്ളൂ. അല്ലാതെ ഇന്ന പാർട്ടി ഇത്ര, അങ്ങനെ പാടില്ല. അങ്ങനെയാണ് ഈ ദുരിതാശ്വാസ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഒരു കേരള മോഡൽ ഉണ്ടായിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ടൗൺഷിപ്പ്. അത് കാണാൻ എൻ്റെ അടുത്ത് പലരും ബന്ധപ്പെട്ടു ഉത്തരേന്ത്യയിൽ. ഞങ്ങളൊന്ന് അത് കാണാൻ വേണ്ടി പോയാൽ വേണ്ട സഹായം ചെയ്തു തരാം. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, എപ്പോഴാണ് ഇപ്പം തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാം. അപ്പം ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ കൊണ്ട് നടക്കുകയാണ് ഇതിൻ്റെ പേര്. ഈ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി ആളുകൾ വരാൻ പോവാണ്. കാരണം ചിലരോട് ഞാൻ മനസ്സിലാക്കിയ വിവരം പറഞ്ഞു, സാധാരണഗതിയിൽ ഇത്രയും ചതുരശ്ര അടി വീട് നിർമ്മിക്കാൻ വേണ്ടതിൻ്റെ അതിനെ അപേക്ഷിച്ച് കൂടുതൽ പണം ഇവിടെ ചിലവായിട്ടുണ്ട്. എന്തുകൊണ്ട്? അഴിമതിയാണോ? ഡിസാസ്റ്റർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷനാണ്. ഇനിയൊരു ഉരുൾപൊട്ടലുണ്ടായാൽ ഈ നിർമ്മിതിക്ക് ഒരു പരിക്ക് വയ്ക്കില്ല. അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴോ അങ്ങനെയാണോ എങ്കിലത് കാണണം എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസും എല്ലാം അവസാനം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അങ്ങനെയുള്ള ആ കുടുംബത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു മണ്ഡലമാണല്ലോ ഇത്, പാർലമെൻറ്റ് മണ്ഡലം. അതുകൊണ്ട് അവരെല്ലാം ഇടപെട്ട് അവമാനം ഒഴിവാക്കാൻ വേണ്ടി തിരക്കിട്ട് കുറച്ച് സ്ഥലമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനറിയുന്നത് പഞ്ചായത്തിൽ പോലും ഇതുവരെ നിർമ്മാണത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ല. ശ്രീ വി ഡി സതീശൻ ഈ വീട് മുഴുവൻ നിർമ്മിച്ചു കഴിഞ്ഞു പത്രസമ്മേളനത്തിലൂടെ. പക്ഷേ നിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ അപേക്ഷ കൊടുക്കണം. നടപടിക്രമങ്ങളുണ്ട് പലതും. അപ്പോൾ അത് ഞാനധികം സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കേരളത്തിന് അവമാനകരമാണ്. യൂത്ത് കോൺഗ്രസും ഇത്തരത്തിലിവിടെ പ്രവർത്തിച്ചാൽ അത് അവർക്ക് മാത്രമല്ല കേരളത്തിനും അവമാനകരമാണത്. നിശ്ചയമായും ദുരന്തം ബാധിച്ച് വീട് കിട്ടിയവരെ ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് വലിച്ചഴക്കരുത്. പക്ഷെ അവർ തന്നെ പറഞ്ഞു, വീട്ടിൽ താമസമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. വീട്ടിൽ താമസമാകുന്നതിന് വേണ്ട ഞങ്ങൾക്കും വേണ്ട തയ്യാറെടുപ്പ് നടത്താനുണ്ട്. ഞങ്ങൾക്ക് വീട് കിട്ടി, ഞങ്ങളെ വിസ്മയിപ്പിക്കുകയാണ്, അഭിമാനമാണ് ഞങ്ങൾക്ക്. ഇപ്പം ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാനുള്ള പണം തരുന്നുണ്ട്, ജീവിക്കാനുള്ള പണം തരുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് നോക്കുന്നുണ്ട്, അതുകൊണ്ടൊരു പ്രശ്നമില്ല. അതാണ് അവർക്ക് പറയാനുള്ളത്. എന്നിട്ടും അതൊരു വിവാദമാക്കാൻ ആരാണോ ശ്രമിക്കുന്നത് അവർ ആത്മവിശ്വാസം നടത്തിയാൽ മതി. അപ്പോൾ ഈ 178 വീടുകൾ പോലും പണി പൂർത്തീകരിച്ചിട്ടില്ലെന്നാണ് സാഹചര്യം. സർക്കാരിന് അത് പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് 770 കോടി കിട്ടി, സാസ്കി ഫണ്ട് ഉൾപ്പെടെ കിട്ടി. അതൊരു സാഹചര്യമല്ലേ ദുരന്തബാധിതരെ കൃത്യമായി പുനരധിവസിപ്പിക്കുക കൃത്യസമയത്തിനുള്ളിൽ. അല്ല, നമ്മളിപ്പം ഈ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പണം പിരിച്ച വലിയൊരു പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധിയുടെ അടക്കം ബന്ധം അവകാശപ്പെടുന്ന പാർട്ടി അതിൻ്റെ ഏത് പൈസ എവിടെ എന്നുള്ള കണക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും പോയി കാണാവുന്ന നിർമ്മാണം അതിലെ ഫർണിച്ചർ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നിർമ്മാണ പ്രവർത്തനം മുഴുവൻ പൂർത്തീകരിച്ചു. അവിടെ പൂർണ്ണമായ തോതിൽ റോഡുണ്ടാകണം. റോഡ് ഉണ്ട്. ഞങ്ങളുടെ വാഹനം അവിടെ പോയി വീടുകളുടെ പടിക്കലാണ് നിന്നത്. അപ്പം ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. കൊതുകെന്നുള്ളത് ഞാൻ മാറ്റുന്നു. എന്നെ കൊതുകെന്ന് വിളിച്ചൊന്ന് നിങ്ങളുടെ കൂട്ടത്തിലാരും പരിഭവിക്കാൻ പാടില്ല. നമ്മൾ കാര്യങ്ങളെ അങ്ങനെയല്ല കാണേണ്ടത്, യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണുക. അവിടെ വീട് കിട്ടിയ എല്ലാവരും അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് വീട് വേണ്ട, ഞങ്ങൾ പ്രത്യേകം വീട് വെച്ചോളാം, അതിൻ്റെ തുക ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് ചിലർ പറഞ്ഞു. ഈ വീടും സൗകര്യങ്ങളും കണ്ട് അവർ പലരും അയ്യോ ഞങ്ങൾക്ക് ഇനി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ, ഞങ്ങൾ വേറെ പോകാമെന്ന് തീരുമാനിച്ച നിലപാട്. ഇങ്ങനെല്ലാമുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഞാനിത് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അതിനെ കണ്ടാൽ മാത്രം മതി. അപ്പോൾ എന്നോട് സഹകരിച്ച് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനും വോട്ട് ശേഖരിക്കാനും സഹായിക്കണം. പത്രസമ്മേളനത്തിൽ വിമർശിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് ഇവിടെ വെച്ച് അവസാനിച്ചു. പക്ഷേ നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഇനിയും തുടരണം. നിങ്ങളെല്ലാവരും LDFന് വേണ്ടി വോട്ട് ചെയ്യണം, LDFന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു സൗഹൃദവും സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഭിവാദനങ്ങൾ.